നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താടാ നീ ഫോൺ എടുക്കാത്തത്? ഇപ്പോഴും വീട്ടിൽ നടന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുവാണോ? നീ ഡാഡിയോട് പിണങ്ങിയോ? ഒറ്റയ്ക്ക് കുടിക്കുന്നു അത്ര നല്ല ശീലമല്ല. വേണ ഞാൻ കമ്പനി തരാം. എന്നെ പോലെ ഒരു തോൽവിയുടെ കൂടിയിരുന്ന് രണ്ടെണ്ണം കഴിക്കുന്നത് ഡാഡിക്കൊരു കുറച്ചിലായിരിക്കും. മിടുക്കനായൊരു മരുമാനം കിട്ടാൻ പോവല്ലേ, ഇനി അവന്റെ കൂടെ പോരെ മദ്യപാനം. എന്തായാലും ഇത്രയും കാലം ഗിരിയെ വെറും ഒരു നായെ പോലെ കണ്ട ഡാഡി തന്നെ ഇപ്പൊ അവനെ മരുമോനാക്കാൻ തീരുമാനിച്ചല്ലോ. ഇതാ കാരണവന്മാര് പറയുന്നത്, മനുഷ്യൻ ഇരുന്നില്ലെങ്കിലേ അവിടെ നായ കയറിയിരിക്കുന്നു. ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് ഞാൻ എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്. അത് അത്ര പെട്ടെന്ന് ഞാൻ വിട്ടുകൊടുക്കുമെന്ന് നീ കരുതിയോ? നീ പലപ്പോഴും പറയാറില്ലേ എന്റെ തനി സ്വരൂപം നീ മാത്രമേ കണ്ടിട്ടുള്ളെന്ന്. എന്നിട്ട് നിനക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ ഗിരിയുടെ തന്ത ശങ്കരൻ ഇവനേക്കാളും വലിയ വിശ്വസ്തനായിരുന്നു. പക്ഷെ എനിക്ക് അവൻ കാരണം ഒരു നഷ്ടം ഉണ്ടാവുമെന്ന് തോന്നിയപ്പോ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഞാൻ അവനെ അങ്ങ് ഒഴിവാക്കി. അങ്ങനെ ഞാൻ കൊന്ന ഒരുത്തന്റെ മോനെ എന്റെ മൂക്ക് കെട്ടിച്ചു കൊടുക്കുന്നു തോന്നുന്നുണ്ടോ? ഗിരി അന്നും ഇന്നും എന്നും നമ്മുടെ നായായിരിക്കും. എന്നെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ ഗിരി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്റെ മോടെ ജീവിതം വെച്ച് അങ്ങനെ റിസ്ക് ഞാൻ എടുക്കുവോ? ഗിരിയും ശങ്കരനെയും പോലുള്ളവർ നമുക്ക് ചവിട്ടി കയറാനുള്ള പടികൾ മാത്രമാണ്. അവരെ ഒരിക്കലും വളരാൻ അനുവദിക്കരുത്. അവരുടെ സ്ഥാനം എന്നും നമ്മുടെ കാൽ കീഴിലായിരിക്കണം. അപ്പൊ ഡാഡി ശാലിനോട് പറഞ്ഞതൊക്കെയോ? ഞാൻ അവളെ എതിർത്ത് എന്തിനാടാ അവിടെ മുമ്പിൽ വില്ലനാവുന്നു? എന്റെ മകളുടെ മുമ്പിൽ ഞാനിന്ന് ഹീറോ ആയിരിക്കണം, അതെന്റെ വാശിയ. പിന്നെ ഞാൻ അവളെ എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. വാശിയുടെ കാര്യത്തിലേ എന്റെ മോള് തന്നെ അവള്. ഗിരിയെ കല്യാണം കഴിക്കാൻ അവൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. അവളെങ്ങാനും ഗിരിയുടെ കൂടെ ഇറങ്ങിപ്പോയാ അതിലും വലിയ നാണക്കേട് നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവാനില്ല. ഇപ്പൊ ഞാൻ കല്യാണത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് അവളൊന്ന് അടങ്ങും. അതുകൊണ്ട് എന്താ ഡാഡി കാര്യം? കുറച്ച് സാവകാശം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഡാഡി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ ഗിരിയെ കൊല്ലാൻ പോവാണോ? എടാ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആളുകളെ കൊല്ലണമെന്നും നിർബന്ധമൊന്നുമില്ല. ഗിരിയെ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അങ്ങനെ ഒരുത്തനെ വെറുതെ കൊല്ലുന്നത് നമുക്ക് നഷ്ടമാടാ. മാത്രമല്ല ശാലിനി നിന്നെ പോലല്ല, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. ഇപ്പൊ നമ്മൾ ഗിരി എന്തെങ്കിലും ചെയ്താൽ അതിന് പിറകിൽ നമ്മളാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം അവൾക്കുണ്ട്. എന്റെ മകളുടെ മുമ്പിൽ എന്റെ പ്രതിച്ഛായ തകരരുത്. പിന്നെ എന്താ ഡാഡിയുടെ പ്ലാൻ? ഞാൻ എതിർക്കാതെ തന്നെ അവര് തമ്മിലുള്ള ബന്ധം തകരണം. ശാലിനെ ഗിരിയെ വെറുക്കണം. അതിനുള്ള കരുക്കള് ഞാൻ നീക്കിക്കഴിഞ്ഞു. അമ്മേ, ചേട്ടൻ വന്നു. അമ്മേ,
വേഗം ഭക്ഷണം എടുത്ത് വെക്ക്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഭക്ഷണമൊക്കെ തരാം. അതിനു മുമ്പ് എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണം. എന്താ അമ്മേ? ഞാൻ പറയുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞത് കാര്യമായിട്ടാണോ? ദേ, പിന്നെയും തുടങ്ങി. അമ്മ പെണ്ണാരാണെന്ന് പറ, ഞാൻ കെട്ടിക്കൊണ്ടുവരാം. ശാലിനി. ശാലിനി പിന്നെ ഇവിടെ വന്നോ? വന്നിരുന്നു. ഈ കൊച്ചിനെ കൊണ്ട് തോറ്റു. നിന്റെ പ്രശ്നം എന്താ? ഗോപാൽജിയോട് വിശ്വാസവഞ്ചന കാണിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ? അതിനെക്കുറിച്ച് നീ ഇനി പേടിക്കണ്ട. ഗോപാൽജി നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചു. എന്നാര് പറഞ്ഞു? ശാലിനി. ഇനിയിപ്പൊ നിനക്ക് ഒഴിഞ്ഞു മാറാൻ കാരണമൊന്നുമില്ലല്ലോ. ഗോപാൽജിയുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ മോനെ. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. കണ്ടോ ചേട്ടൻ ഒഴിഞ്ഞു മാറുന്നു കണ്ടോ? ഞാൻ അപ്പഴേ അമ്മയോട് പറഞ്ഞില്ലേ ചേട്ടൻ എന്തോ ചുറ്റുകളി ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ ശാലിനെ പോലൊരു പെൺകുട്ടിയുടെ ആലോചന വരുമ്പോ പറ്റില്ലെന്ന് പറയോ? ഗോപാൽജി സമ്മതിക്കില്ലെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാ. നിർത്തി. ഒരു ഗ്യാപ്പ് കിട്ടിയ അപ്പൊ തുടങ്ങും പാര വയ്ക്കാൻ. നീ എന്തിനാ അവളോട് ചൂടാവുന്നേ? അവൾക്കുള്ളതുപോലെ എനിക്കും ഇപ്പൊ സംശയം തോന്നി തുടങ്ങി. നാട്ടുകാര് പറയുന്നത് പോലെ നിനക്ക് ആ മാധവന്റെ മോളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ എത്ര തവണ പറയണോ അമ്മേ, ഒരു പോലീസുകാരിയെ കുറിച്ച് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതൊക്കെ ചേട്ടന്റെ ഓരോ നമ്പർ അമ്മേ. ഇവള് പറയുന്നൊന്നും കാര്യമാക്കാൻ നിൽക്കരുതമ്മേ. ശരി, നീ പറ. ശാലിനിയെ കല്യാണം കഴിക്കാൻ നിനക്ക് എന്താ ബുദ്ധിമുട്ട്? ഗോപാൽജി ഇപ്പൊ സമ്മതിച്ചില്ലേ? എന്നാ ആര് പറഞ്ഞു? ശാലിനി. ആ, അമ്മയല്ലാതെ ആരെങ്കിലും അവള് പറയുന്നത് വിശ്വസിക്കോ? നമ്മളെ കൊണ്ട് കല്യാണക്കാരി ആദ്യം സംസാരിപ്പിക്കാൻ വേണ്ടി അവള് നിങ്ങളോട് വെറുതെ പറഞ്ഞായിരിക്കും. ശാലിനി പറഞ്ഞത് സത്യമാ? ഓ ശരി, ഗോപാൽജി വിവാഹത്തിന് സമ്മതിച്ചെങ്കിൽ ആദ്യം എന്നെയല്ലേ വിളിച്ച് പറയാ. എന്നോട് ഇതുവരെ ഗോപാൽജി ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഗോപാൽജി ഇതിനെപ്പറ്റി സംസാരിക്കാൻ ശാലിനിയെ വിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇനിയും ഞാൻ പറയുന്ന അമ്മയ്ക്ക് വിശ്വാസമായില്ലെങ്കിൽ ആ വീട്ടിൽ ചെന്ന് കല്യാണക്കാരെ സംസാരിച്ചു നോക്ക്. അപ്പൊ ഗോപാൽജി വന്ന് സംസാരിച്ച ഏട്ടൻ കല്യാണത്തിന് സമ്മതിക്കോ? ഉറപ്പായിട്ടും. എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ ഇനി ഗോപാൽജി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് വരെ നിങ്ങൾ വെറുതെ ശാലിനി പറയുന്നത് കേട്ട് എടുത്തു ചാടാൻ നിൽക്കരുത്. അവളുടെ കാശ് കണ്ടിട്ടാണ് നിങ്ങൾ താല്പര്യം കാണിക്കുന്നതെന്ന് അവള് വിചാരിക്കും. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇപ്പൊ അമ്മയ്ക്ക് കാര്യം മനസ്സിലായല്ലോ. എന്നാ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത നല്ല വിശപ്പ്. വാ.